ഹായ് ഓൾ, ഇന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ നേച്ചർ ഓഫ് റൂട്ട്സ് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ax² + bx + c = 0. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇക്വേറ്റ് ചെയ്ത് 0 ആവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുക. ഇതിന്റെ സൊല്യൂഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. x = -b plus or minus root of b square minus 4ac whole divided by 2a. ഇതില് b square minus 4ac നെ നമ്മൾ എന്ത് പറയും, ഡിസ്ക്രിമിനന്റ് എന്ന് പറയും. ഡിസ്ക്രിമിനന്റ്. ഓക്കെ, b square minus 4ac നെ നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് പറയും. b square minus 4ac greater than 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 2 distinct റിയൽ റൂട്ട്സ് ഉണ്ടാവുന്നതാണ് പറയാം. രണ്ട് വേറെ വേറെ ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ഉണ്ടാവുന്നതാണ് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ b² - 4ac = 0 ആണെങ്കിലോ 2 ഈക്വൽ റിയൽ റൂട്ട്സ് ഉണ്ടാവും നമുക്ക് പറയാം. രണ്ട് ഈക്വൽ ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ഉണ്ടാവും. ഈ ഭാഗം ക്യാൻസൽ ആയി പോകും. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, b/2a plus or minus root of b² - 4ac by 2a എന്ന് പറയാം. ഈ ഭാഗം മൊത്തമായിട്ട് പോകും. b² - 4ac = 0 ആണെങ്കിൽ ഈ ഭാഗം മൊത്തമായിട്ട് പോകും. അപ്പം -b/2a ആണ് നമുക്ക് റിയൽ റൂട്ട്സ് ആയിട്ട് വരിക. അത് രണ്ട് ഈക്വൽ ആയിരിക്കും. -b/2a എന്ന് പറയുന്ന രണ്ട് റിയൽ റൂട്ട്സ് ഉണ്ടാവും. ഇനിയോ b² - 4ac <0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നോ റിയൽ റൂട്ട്സ്. അതിന് നമുക്ക് വേണമെങ്കിൽ ഇമാജിനറി റൂട്ട്സ് ഉണ്ടാവുന്ന പറയാം. ഇപ്പൊ പഠിക്കാനില്ല, +1 പഠിക്കാനുള്ളൂ. ഇപ്പൊ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, അതിന് റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ. അപ്പൊ നമുക്ക് പഠിച്ചു വെച്ച് നോക്കാം. ഫൈൻഡ് ദ ഡിസ്ക്രിമിനന്റ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² - 4x + 3 = 0 ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ റൂട്ട്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ അതിന്റെ നേച്ചർ ഓഫ് ദ റൂട്ട്സും കൂടി പറയാൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡിസ്ക്രിമിനന്റ് d = b² - 4ac, a = 2, b = -4, c = 3. അങ്ങനെയാണെങ്കിൽ d എന്തായിരിക്കും, = b² - 4 whole square minus 4 into a 2 into 3 = എന്താ 16 minus 4 into 2 into 3 എന്ന് പറഞ്ഞാൽ എത്രയാ, 8 into 3 24 = എന്താ -8. എന്താ <0. Since d is <0 there are no real roots for the given quadratic equation. തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന് റിയൽ റൂട്ട്സ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A pole has to be erected at a point in the boundary of a circular path of diameter 13 in such a way that the differences of its distances from two diametrically opposite fixed gates A and B in the boundary is 7 meters. Is it possible to do so? If yes, at what distances from the two gates should the pole be erected? എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സർക്കിൾ ഉണ്ട്, സർക്കുലർ പാർക്ക് ഉണ്ട്. അതിന്റെ ഡയമീറ്റർ ആയിട്ട് 13 മീറ്റർ. അതിന്റെ ഡയമീറ്ററിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സിൽ ഫിക്സഡ് ഗേറ്റ്സ് ഉണ്ട്, എയും ബിയും. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇതിനെ എന്നും ഇതിനെ ബി എന്നും വിളിക്കാം. ഇനി ഒരു പോള് ഇറക്റ്റ് ചെയ്യണം. എവിടുന്ന്, ഒരു പോള് ഇവിടെ പിയിൽ ഇറക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോളൂ. എങ്ങനെയാണ് ഇറക്റ്റ് ചെയ്യേണ്ടത്, AP - BP = 7 മീറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മളോട് പോള് ഇറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. AP - BP ആണ് നമുക്ക് 7 ആയിട്ട് തന്നിട്ടുള്ളത്. അതായത് ഡിഫറൻസസ് ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം ഡയമീറ്ററിക്കലി ഓപ്പോസിറ്റ് ഫിക്സഡ് ഗേറ്റ്സ് A and B. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, AP = BP + 7 എന്ന് എഴുതാം. ഒന്നുമില്ല, BP അപ്പുറത്തേക്ക് എടുത്തു. നമുക്ക് എന്തറിയാം, AB = 13 മീറ്റർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ,
നമുക്ക് വേറൊരു കാര്യം അറിയാം. ട്രയാങ്കിൾ എ പി ബി, ആംഗിൾ എ പി ബി ഈക്വൽ ടു 90 ആണെന്ന് നമുക്കറിയാം. കാരണം എന്താ? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ സെമി സർക്കിൾ. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ സെമി സർക്കിൾ അത് 90 ആണ്. അപ്പൊ ഇതെന്തായി? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബൈ പൈത്തഗോറസ് തിയറം എ പി സ്ക്വയർ പ്ലസ് ബി പി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ എന്ന് നമുക്ക് പറയാം. എ പി സ്ക്വയർ പ്ലസ് ബി പി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ. ബി പി പ്ലസ് 7 ഹോൾ സ്ക്വയർ പ്ലസ് ബി പി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ. എന്താ? 169. ബി പി ലെറ്റ് ബി പി ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 169. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 49 പ്ലസ് 14x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 169. 169 മറ്റേ ഭാഗത്തേക്ക് എടുക്കാം. 2x സ്ക്വയർ പ്ലസ് 14x മൈനസ് 120 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് 7x മൈനസ് 60 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് ഡിസ്ക്രിമിനന്റ് കാണാം. ഡിസ്ക്രിമിനന്റ് ഡി ഈക്വൽ ടു എന്താ? ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു എന്താ? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 60. ബി സ്ക്വയർ മൈനസ് 4xc ആണ്. ഈക്വൽ ടു എന്താ? 49 പ്ലസ് 6 240 ഈക്വൽ ടു 289. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ആണ്. ഈക്വൽ ടു എന്താ? മൈനസ് ബി. മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 7 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് 289 ആണ് കിട്ടി. അപ്പോൾ റൂട്ട് ഓഫ് 289 ബൈ 2a. 2a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഈക്വൽ ടു എന്താ? ഈക്വൽ ടു മൈനസ് 7 ബൈ 2 പ്ലസ് ഓർ മൈനസ് 289 17 by 2 equal to minus 12 or equal to minus 12 or എന്താണ്? 5 equal to minus 12 or 5 എന്ന് കിട്ടി. Since length cannot be negative, x equal to എന്താണ്? 5 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു ബി പി. അപ്പൊ എ പി എന്താണ്? 7 പ്ലസ് 5 ഈക്വൽ ടു 12 മീറ്റർ. അപ്പം നമുക്ക് എന്ത് പറയാം? പോൾ ഹാസ് ടു ബി ഇറക്റ്റഡ് at 12 meter from A and 5 meter from B. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിസ്ക്രിമിനന്റ് ഓഫ് ദ ഇക്വേഷൻ 3x square minus 2x plus 1/3 equal to 0 and hence find the nature of its roots. Find them if they are real. എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിസ്ക്രിമിനന്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ നേച്ചറും കാണണം. ആ റൂട്ട്സ് ഉണ്ടെങ്കിൽ റൂട്ട്സിന്റെ നേച്ചർ കാണാം. ഇനി ആ റൂട്ട്സ് റിയൽ ആണെങ്കിലോ? റൂട്ട്സ് റിയൽ ആണെങ്കിൽ ആ റൂട്ട്സ് കണ്ടെത്താൻ കൂടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം. ഡിസ്ക്രിമിനന്റ് കാണാം. Discriminant D equal to B square minus 4ac. A equal to എന്താ? 3. B equal to എന്താ? -2. C equal to എന്താ? 1/3. അപ്പോൾ D എന്താണ്? equal B square -2 whole square minus 4 into 3 into 1/3 equal to എന്താ? 4 minus 4 equal to എന്താ? 0. അപ്പം നേച്ചർ ഓഫ് ദ റൂട്ട്സ് എന്താണ്? നേച്ചർ ഓഫ് ദ റൂട്ട്സ്
എന്താണ് ഈക്വൽ ടു 2 ഈക്വൽ റിയൽ റൂട്ട്സ്. അതിന്റെ റിയൽ റൂട്ട്സ് എന്താണെന്ന് നോക്കാം. റൂട്ട് എക്സ് ഈക്വൽ ടു എന്താണ് -b/2a ഈക്വൽ ടു എന്താണ് -2/2a 2 into 3 ഈക്വൽ ടു എന്താ 2/2 into 3 എന്ന് പറഞ്ഞാൽ 6 ഈക്വൽ ടു 1/3. അതും 1/3.